ഹലോ സ്റ്റുഡൻസ്, അപ്പം ഇന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ ഷോർട്ടുമായിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മെയ് എക്സാമിലത്തെ മെയ് 2025 പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡെലിവറി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ഈവൻ ഒരു ചെക്ക് ഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബില്ല് ഡ്രോ ചെയ്തിട്ട് ആ ഒരു ഡ്രോ ചെയ്ത ആൾ ഡെലിവറി കൂടെ ഡെലിവറി ചെയ്യാതെ എങ്ങാനും ഇൻ ബിറ്റ്വീൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഒരിക്കലും ആ ഒരു ചെക്ക് പിന്നീട് ലീഗൽ റിപ്രസെൻറ്റേറ്റീവ് കൊണ്ട് കൊടുത്താൽ പോലും ആ ഒരു ചെക്ക് ഒരിക്കലും വാലിഡ് ആവില്ല, അല്ലെങ്കിൽ ആ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡെലിവറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദാറ്റ്സ് വൈ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആണ്. ഡെലിവറി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എസെൻഷ്യൽ വെദർ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പേയബിൾ ടു ദ ബിയറർ ഓർ ഓർഡർ ഫോർ എഫക്റ്റിംഗ് ദ നെഗോഷിയേഷൻ. അപ്പം വെദർ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബിയറർക്കായാലും, ബിയറർ മീൻസ് ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാമല്ലേ, ഒരാളിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാം. അങ്ങനെ ആ കൊടുക്കുമ്പോൾ ആ ഓരോരുത്തരെയാണ് ബിയറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബില്ല് ബിയർ ചെയ്യുന്ന ആൾ വേറൊരാൾക്ക് ആ ഒരു ബില്ല് വെറും ബ്ലാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ബിയറർ എന്ന് എഴുതിയിട്ടോ സിമ്പിളായിട്ട് മിയർ ഡെലിവറി വഴി കൊടുക്കൂലേ ടു ദ ബിയറർ എന്നും. ഓർഡർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അയാളെ പേരുണ്ടായിരിക്കും, പേര് എഴുതുകയും അതിൽ സൈൻ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ ആയാലും വെറുതെ എഴുതി വെച്ചിട്ട് മാത്രം പോരാ, അല്ലെങ്കിൽ ഡ്രോ ചെയ്താൽ മാത്രം പോരാ, ബില്ല് ഡ്രോ ചെയ്താൽ മാത്രം പോരാ, അത് ഡെലിവറിയും കൂടെ ചെയ്താലേ അവിടെ ഇഫക്റ്റ് ഉള്ളൂ. Okay, discuss this statement with reference to the provisions of the Negotiable Instruments Act 1881. 3 marks question ആണ്, നോക്കിക്കോ. Yes, as per the section 46 of the Negotiable Instruments Act 1881, delivery of an instrument is essential whether the instrument is payable to the bearer or order for effecting the negotiation. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ സിമ്പിൾ. ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. എന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയോ? ദ ഡെലിവറി മസ്റ്റ് ബി വോളണ്ടറി. ഡെലിവറി എപ്പോഴും സ്വമേധയെ കൊടുക്കുന്നതായിരിക്കണം. ദി ഒബ്ജക്റ്റ് ഓഫ് ദ ഡെലിവറി ഷുഡ് ബി ടു പാസ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ടു ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് ഡെലിവേർഡ്. അപ്പം ആ ഒരു പ്രോപ്പർട്ടി ഓർ റൈറ്റ് ഇൻ ദാറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതാണ് മറ്റൊരാളിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ദ ഡെലിവറി, അതായത് റൈറ്റ് ടു റിസീവ് ദ മണി, ആ ഒരു ബില്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? റൈറ്റ് ടു റിസീവ് ദ മണി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ആ ഒരു റൈറ്റാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ദ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ആയിരിക്കും ഡെലിവറി ചെയ്യപ്പെടുന്നത് അല്ലേ. ദ ഡെലിവറി മസ്റ്റ് ബി വോളണ്ടറി. ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ടു പാസ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ടു ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് ഡെലിവേർഡ്. പ്രോപ്പർട്ടി മീൻസ് റൈറ്റ് കേട്ടോ. ഇപ്പം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഇപ്പം ഞാനത് ഡ്രോ ചെയ്തിട്ട് എൻ്റെ ഡ്രോയിക്ക് കൊടുത്തു, ഡ്രോയി അത് ആക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ആ ഡ്രോ ചെയ്ത ബില്ല് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ക്രെഡിറ്റർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം എൻ്റെ ക്രെഡിറ്റർ വന്നപ്പോൾ ഞാൻ ആ ബില്ല് എൻ്റെ ക്രെഡിറ്റർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രോയി ഉണ്ട്, അതെൻ്റെ ഡെപ്റ്റർ ആയിരുന്നു, അപ്പോൾ ഡെപ്റ്റർ എന്തായാലും ആ പൈസ തരും, ബില്ല് ഹോണർ ചെയ്യുന്ന സമയത്ത്, ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് തരും എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം അതിലത്തെ ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡെലിവറിയിൽ കൂടെ കൊടുക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് എൻഡോഴ്സ്മെൻ്റ് എന്നും പറയാമല്ലേ. നമ്മളുടെ എൻഡോഴ്സ് ചെയ്യുന്ന ആളെ എൻഡോഴ്സർ എന്നും, എൻഡോഴ്സ് ചെയ്ത് കിട്ടിയ ആളെ എൻഡോഴ്സി എന്നുമാണല്ലേ പറയാം. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും ഷുഡ് ബി ഡൺ ബൈ ദ സെയിം പേഴ്സൺ ആയിരിക്കണം അല്ലേ. ഡെലിവറി മസ്റ്റ് ആയിരിക്കണം. എൻഡോഴ്സർ ഹിംസെൽഫ് മസ്റ്റ് കംപ്ലീറ്റ് ദ ഡെലിവറി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അദ്ദേഹം എങ്ങാനും ഡെഡായി കഴിഞ്ഞാലും ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഈവൻ ദ ലീഗൽ ഹെയർ കനോട്ട് ഡെലിവർ ദ ഇൻസ്ട്രുമെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ നോക്കിയേ, ദ ഡെലിവറി മസ്റ്റ് ബി വോളണ്ടറി ആയിരിക്കണം. ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഡെലിവറി ഷുഡ് ബി ടു പാസ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ടു ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് ഡെലിവേർഡ്. ദ ഡെലിവറി ക്യാൻ ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി നമുക്ക് ആക്ച്വൽ ഡെലിവറി ആവാം, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. അപ്പോൾ എന്താണ് ഈ ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ? ആക്ച്വൽ ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ചസ് ഹാൻഡ് ഫിസിക്കലി. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി നമ്മൾ സൈനൊക്കെ ഈ ചെക്കിൻ്റെ അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ സൈൻ ചെയ്തിട്ട് അങ്ങോട്ട് കൈമാറ്റം നടത്തൂലേ, അതാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ. ഇനി
കൈമാറ്റം നടത്തുന്നതിന് ചേഞ്ചസ് ഹാൻഡ് ഫിസിക്കലി ആണ് ആക്ച്വൽ ഡെലിവറി എങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ ഏജൻറ്റ്. അപ്പം നമ്മുടെ പ്രിൻസിപ്പാളുടെ ഏജൻറ്റിൻ്റെ കയ്യിലേക്കായിരിക്കും നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നത്. എൻഡോസർ എന്ന് പറഞ്ഞാലും ഇൻഡോസർ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഇൻഡോസർ പ്രിൻസിപ്പളുടെ ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് കൈമാറ്റം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ലോയറുടെ ക്ലർക്കിൻ്റെ കയ്യിലേക്ക് കൈമാറ്റം നടത്തുമ്പോൾ, അല്ലെങ്കിൽ മാസ്റ്ററുടെ സർവൻറ്റിൻ്റെ കയ്യിലേക്ക് കൈമാറ്റം നടത്തുമ്പോൾ, കാരണം മാസ്റ്റർ ആയാലും ലോയർ ആയാലും പ്രിൻസിപ്പാളൊക്കെ തിരക്കുള്ളവരായിരിക്കും. അപ്പം അവരുടെ ഏജൻറ്റ്, ക്ലർക്ക്, സർവൻ്റൊക്കെ ആയിരിക്കും അത് ഡെലിവറി സ്വീകരിക്കാൻ വേണ്ടി പോകുക. അപ്പം ഇൻഡോസറെ കയ്യിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡെലിവേർഡ് ടു ദ ഏജൻറ്റ്, ക്ലർക്ക് ഓർ സർവൻറ്റ് ഓഫ് ദ ഇൻഡോഴ്സി. കണ്ടോ, ഓൺ ഹിസ് ബിഹാഫിലായിരിക്കും. ഓർ വെൻ ദ ഇൻഡോസർ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡോസർ തന്നെ ആഫ്റ്റർ ഇൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെക്കിൻ്റെ ബാക്കിൽ സൈനൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഹോൾഡ്സ് ദ ഇൻസ്ട്രുമെൻറ്റ് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഇൻഡോഴ്സി. അപ്പം കയ്യിൽ വെച്ചോ, നീ അത് സൈനൊക്കെ ചെയ്ത് കയ്യിൽ വെച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മേടിച്ചോളാം എന്നൊക്കെ പ്രോമിസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡ്സ് ദ ഇൻസ്ട്രുമെൻറ്റ് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഇൻഡോഴ്സി. കണ്ടോ, ഏജൻറ്റ് ഓഫ് ദ ഇൻഡോഴ്സി ആയിട്ട് ഇൻഡോസർ തന്നെ മാറുന്നു. ആഫ്റ്റർ ദ ഇൻഡോഴ്സ്മെൻറ്റ് ഹോൾഡ്സ് ദ ഇൻസ്ട്രുമെൻറ്റ് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഇൻഡോഴ്സി. അപ്പം ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 46 ആണ്. അപ്പം സെക്ഷൻ 46 ഓൾസോ ലേസ് ഡൗൺ ദാറ്റ് when an instrument is conditionally or for a special purpose only, the property in it does not pass to the transferee. അപ്പം നെക്സ്റ്റ് പറയുന്നത്, ശരിക്കും ഈ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണൽ ഡെലിവറി ഉണ്ട്. അപ്പം കണ്ടീഷണൽ ഡെലിവറിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 46 ഓൾസോ ലേസ് ഡൗൺ ദാറ്റ് വെൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഓൺലി, ദ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്, അല്ലെങ്കിൽ ആ ടൈറ്റിൽ ഇൻ ഇറ്റ്, അല്ലെങ്കിൽ ആ റൈറ്റ് ഇൻ ഇറ്റ് എന്നൊക്കെ പറയില്ലേ, ആ റൈറ്റ് ഇൻ ഇറ്റ് ഡസ് നോട്ട് പാസ് ടു ദ ട്രാൻസ്ഫറി. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് അത് പാസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് എന്തിനായിരിക്കും? ഒരു കണ്ടീഷണലി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, പാസ് ചെയ്യാത്തത്. ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ടു ഹിം, അയാളുടെ പേരിൽ തന്നെ ആയിരിക്കും അത് എഴുതി കൊടുത്തിട്ടുണ്ടാവുക, പക്ഷേ അയാൾക്ക് ഇറ്റ് ഡസ് നോട്ട് പാസ് ടു ദ ട്രാൻസ്ഫർ, ആ ഒരു പ്രോപ്പർട്ടി, അൺലെസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നെഗോഷിയേറ്റഡ് ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പം അതുവരെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു പർപ്പസ് അക്കംപ്ലിഷ്ഡ് ആവുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ തീരുന്നത് വരെ അത് ആരുടെ കയ്യിലായിരിക്കും എന്നറിയോ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിരിക്കും. ആ ഒരു കുറച്ച് കാലത്തേക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സെർവൻറ്റിന് വേണ്ടിയിട്ടൊരു മാസ്റ്റർ ഒരു ഭൂമി എഴുതി വെക്കുകയാണ്. എന്നിട്ട് അത് ലോയറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത്, അതാണ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ്, ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ബില്ല് അവനക്ക് കൊടുക്കണം എന്ന് പറയും. ഈ ഒരു ബില്ല് എന്തായാലും അവനക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ബില്ലായിരിക്കും. അപ്പം അത് അവനക്ക് എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലോയറുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ലോയർ എന്ന് പറഞ്ഞത് ഇവിടെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ഇത്രയും കാലത്തിന് വേണ്ടിയിട്ട് മരിക്കുന്നത് വരെ അത് കൈവശം വെക്കുന്ന ആളാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിൽ വെക്കുക. ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ടു ഹിം, പേര് എഴുതി ഒപ്പിട്ടത് ആർക്ക് വേണ്ടിയിട്ട്? സെർവൻറ്റിന് വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പം സെർവൻറ്റിൻ്റെ പേരാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ബില്ലിൽ സെർവൻറ്റിൻ്റെ പേരായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ബില്ലിനെ നമുക്ക് ചെക്കായിട്ട് എടുക്കാം. ആ ഒരു ചെക്കിൻ്റെ ഉള്ളിൽ സെർവൻറ്റിൻ്റെ പേരായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ദ പ്രോപ്പർട്ടി ഇൻ ഇറ്റ് ഡസ് നോട്ട് പാസ് ടു ദ ട്രാൻസ്ഫറി ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ടു ഹിം അൺലെസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നെഗോഷിയേറ്റഡ് ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതുവരെ ആ ഇൻസ്ട്രുമെൻ്റ് ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക? നെഗോഷിയേറ്റഡ് ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിലായിരിക്കും അത് നെഗോഷിയേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഡെലിവറി ചെയ്ത് നമ്മളത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രോപ്പർട്ടി ഇൻ ഇറ്റ് ഡസ് നോട്ട് പാസ് ടു ദ ട്രാൻസ്ഫറി ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ടു ഹിം. അതായത് സെർവൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ഇൻഡ്യൂസൊക്കെ ചെയ്തത്, പക്ഷേ അത് ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കും? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ആരുടെ കയ്യിലായിരിക്കും അതിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്? ഈ ലോയറുടെ കയ്യിലായിരിക്കും. അത്രേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ സെക്ഷൻ 57 ഉണ്ട്. അതിൽ ഇങ്ങനെ ഡെലിവറി റിമെയിൻസ് ഇൻകംപ്ലീറ്റ് ആൻഡ് റിവോക്കബിൾ,
കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ 3 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡെലിവറി ഇങ്ങനെ ഇഫ് എ പേഴ്സൺ ആഫ്റ്റർ മേക്കിംഗ് എ ഡെലിവറി ഡൈസ് ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ അതിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ആണെങ്കിൽ ഈ ഒരു 3 പാരഗ്രാഫ് എഴുതിയാൽ തന്നെ ആൻസർ കിട്ടും. So if this video finds you useful, then please do subscribe and please like my channel and please do share with your friends. Thank you so much for listening my classes.